റോസ്മേരി, രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞതാ, ഓടിയില്ലെന്ന് അറിയുമ്പോ നേരം വിളിച്ചു. കാത്തോണ പറയടി, ഓടുവാ. പാട്ടി, ഒരു പട്ടി പറ, ഞാൻ ഓടി വരുന്നുണ്ട്, കടിക്കാൻ വന്ന. മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തൂടെ 1.5 കിലോമീറ്ററായി. നീ വെക്ക്, എനിക്ക് നാളെ ഓടിക്കൊണ്ട് സംസാരിക്കാൻ വയ്യ. അച്ഛേ, എടി റോസ്മേരി, നീ അക്ഷരം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അപ്പനാണ് ഞാൻ കേട്ടോ. എൻ്റെ അടുത്ത് നമ്പരും കൊണ്ടുവരുത്. അത് ഓടാന്തുവാ, കഷ്ടപ്പെട്ട് കഴിച്ചതാ പൊന്നെ, ഏതെങ്ങനെ അത് ഉയർത്ത് കളയാൻ പറ്റൂല. ഇവിടെ ഉണ്ട്, മിലിറ്ററി ക്യാമ്പിൽ ഓടിക്കുന്ന ആളാണ്. എന്ത് അതിനുള്ള കോള അതല്ലടി, ഞാൻ വന്ന് മിലിറ്ററിക്ക് ഓടി വന്ന് കടന്നതേ ഉള്ളൂ. എന്റെ പൊന്നങ്ങൾ ഇങ്ങനെ കള്ളം പറയണ്ടേ? ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞാ പോരെ. എന്തൊരു പണിയാ കാണിച്ചത്? വീണ്ടും വിളിക്കുന്ന എടുക്കട്ടെ. ദിവസം പോയ പോക്ക്. മോളെ മുത്തേ, ഇതിനുള്ള പണി ഞാൻ തരും. എനിക്കിട്ട് പണിഞ്ഞല്ലേ തരും. അമ്മച്ചാണ് തരും. മകൾ കാമുകന്റെ കൂടെ നാട് വിട്ട് മാതാപിതാക്കൾ ജീവനൊടുക്കി. കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ അച്ഛൻ്റെ കാല് തല്ലിയൊടിക്കാൻ കൊട്ടേഷൻ കൊടുത്ത മകളും കാമുകനും പിടിയിൽ. എങ്ങനെ വിശ്വസിക്കും? ചുരിദാർ തയ്ക്കാനല്ലേ? ചുരിദാർ തയ്ക്കണ എന്റെ നല്ല സാരി കൊണ്ടാണ്. എന്തോന്നാണിത്? എന്റെ പൊന്ന് തങ്ക, നിനക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാ, അങ്ങോട്ട് ചോദിക്കുന്നത്. അല്ല, അവള് കരിപടിയാട്ട് ഓടിയാകത്ത് പറഞ്ഞ കേട്ടില്ലേ? മുത്തേ, മുത്തേ, എടി ഇവിടെ കയറി വരാൻ. ഇല്ല എടി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിക്ക്. എന്തമ്മാ? എന്ത് കുന്തം? നിന്റെ കാര്യം നോക്കി പോടാ. പ്രശ്നം അറിയാൻ വന്നിരിക്കുന്നു. സമാധാനായല്ലോ. കറിയിടമ്മേ, അമ്മേ, എന്താ പറ്റിയ? നീ ആരോട് വാശിക്കിരിക്കണ പോലെ? ഞാൻ എന്ത് ചെയ്ത്? ഇത് പറ്റൂല. സത്യ, ഒരു പുഴുങ്ങോട്ടെ വേണമായിരുന്നു. ഇടിയപ്പം പുഴുങ്ങോട്ടെ സെറ്റ്. എടാ, ഞാൻ അതല്ല പറഞ്ഞത്, മുത്തിന്റെ കാര്യവും ഞാൻ പറഞ്ഞത്. മുത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? എന്റെ മുത്തിനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവക്ക് ക്ലാസ് ഇല്ലാത്തോണ്ടല്ലേ. ക്ലാസ് തുടങ്ങി കഴിയുമ്പോ അവളങ്ങ് പോകൂല, അന്നേരം പഠിച്ചോളും. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലേ, പെണ്ണിനിപ്പോ എത്ര വയസ്സായെന്ന വിചാരം? അല്ല, ഒരു കുടുംബത്തിൽ നടക്കേണ്ട എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അവൾക്കുണ്ടാ? എവിടെ? ഇപ്പൊ ഇങ്ങനെ പറയാൻ കാര്യം എന്താ? എടി, നാട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടാ?
വേണ്ട പിള്ളേരെ താഴത്തിനകത്ത് തുള്ളിയാലേ അവർ പോണ പോക്കിനങ്ങ് പോയേക്കും. പിന്നെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് വേണ്ട. എൻ്റെ അമ്മ ഇത് പറയാൻ ഇപ്പൊ കാരണം എന്താ ഉണ്ടായെന്നാ ഈ ചോദിച്ചത്. പത്രത്തിലെ വാർത്ത വല്ലതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാ? വേണ്ട കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ടേ അപ്പൻ്റെ കാല് തല്ലി ഒടിച്ച് +2കാരി 10ാം ക്ലാസ്സുകാരൻ്റെ ഒളിച്ചോടി പോയിരിക്കുന്നു. എന്താ കാര്യം? അനുസരണയില്ല. അത് മാത്രമാണോ? അധ്യാപകരെ പിടിച്ചു നിർത്തി അടിക്കുന്ന പിള്ളേരുള്ള കാലമാമേ ഇത്. അറിയാമോ? അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനുസരണയില്ലാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറ്റും? ആലോചിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. എൻ്റെ അമ്മ ഓടാനും ചാടാനും ഉള്ളതൊക്കെ എന്തായാലും ഓടും. നമ്മളിനി കൈയും കാലും കെട്ടിയിട്ടാലും ശരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, പത്രം ഇടലങ്ങ് നിർത്താം. ഇത് വായിക്കണോണ്ടാണല്ലോ കുഴപ്പം. അതാ കാര്യം. പത്രം ഇടയിലും നിർത്താം. എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ വയ്യ. ഞാൻ എന്ത് വേണോന്ന് അമ്മ പറയണ എനിക്ക് മനസ്സിലാവണില്ല. എടി കൊച്ചിനെ വീട്ടുകാര്യം നോക്കാൻ പഠിപ്പിക്കണം. ഉത്തരവാദിത്വം വേണം. അത് ആരാ പഠിപ്പിക്കേണ്ടത്? തള്ളയും തന്തയാണ് പഠിപ്പിക്കേണ്ടത്. അത് തള്ളയാണ് പഠിപ്പിക്കേണ്ടത്, തന്തയല്ല. അനുസരണ വേണം. അപ്പോഴും മറ്റുള്ള ചിന്തയിലോട്ട് അവള് പോകത്തില്ല. കാര്യങ്ങൾ വടിയെടുത്ത് അവളെയൊക്കെ അനുസരിപ്പിക്കാൻ നടന്നാലേ പിള്ളേര് തോന്നിവാസം പോകും. പിന്നെ ഒരു കാര്യം വീട്ടിൽ പറയാതാവും. അവരെ മുട്ടുകാലി അല്ലേ ഓടിക്കണം. അതാ വേണ്ടിയത്. വടിയെടുത്ത് അങ്ങോട്ട് ചെന്നേച്ചാലും മതി. അവരുടെ താളത്തിനൊത്ത് ഒരു മയത്തിലൊക്കെ അവരെ കൊണ്ടുപോയാൽ അവർക്ക് ബഹുമാനം ഉണ്ടാവും. പണ്ടത്തെ കാലമൊന്നുമല്ല. അല്ല 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 എടി അവളെ പറഞ്ഞിട്ട് കാര്യമല്ല. നിന്നെ പറഞ്ഞേച്ചാൽ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ പോണ്. കഴിച്ചിട്ട് പോന്നേ. കഴിച്ചിട്ട് എന്നാ പോണത്? ഇടിയപ്പം ഉണ്ടല്ലോ, രാവിലെ ഞാൻ എഴുന്നേറ്റ് പീച്ചി ഞെക്കി ഉണ്ടാക്കിയതാണ്. അത് തിന്നിട്ട് എന്നെ തന്നെ കുറ്റപ്പെടുത്തുമ്പോഴില്ലേ ലേശം ഉളുപ്പ് വേണം നിനക്ക് കേട്ടാ. 2 വഞ്ചിയിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകും. ആഹാരത്തിനെ പുച്ഛിച്ച് തന്നുണ്ടല്ലോ, അത് ഞാൻ തിന്നത്തില്ലെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ പമ്പ ചെന്ന് പറഞ്ഞാൽ മതി. ഓ സത്യം പറഞ്ഞ അമ്മ ഇന്ന് അവിടെ വന്ന് തങ്കം ചേട്ടത്തിയോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പറയാനിരുന്നത് എന്തൊരർത്ഥവത്തായ വാക്കുകൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാൾ കാര്യപ്രാപ്തിയോടെ ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിൽ വേണം. തങ്കം ചേട്ടത്തി അവളെ ഉപദേശിക്കത്തില്ല, ക്ലീറ്റോ മച്ചമ്പി ഒട്ടും ഉപദേശിക്കത്തില്ല. നമുക്കെന്തെങ്കിലും പറയാൻ പറ്റൂ? പണ്ടത്തെ ചരിത്രം നിന്ന് ആലോചിച്ച് നോക്കൂ. തങ്കം ചേട്ടത്തിയും ക്ലീറ്റോ മച്ചമ്പി ഇവിടെ ഒന്ന് ഒടിച്ചോടി. അമ്മയ്ക്കും അമ്മാവനും കനകമച്ചപ്പിക്കും വീട്ടുകാർക്കൊക്കെ എന്തുമാത്രം വിഷമമുണ്ടായി. ആ വിഷമം മാറി പിന്നെ സന്തോഷമായത് എങ്ങനെയാ? ക്ലീറ്റോ മച്ചിയും തങ്കം ചേട്ടത്തിയോട് ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടല്ലേ. ആ ഒരുമിച്ച് നന്നായിട്ട് ജീവിച്ചു പോയത് എങ്ങനെയാണ്? തങ്കം ചേട്ടത്തിയുടെ കാര്യപ്രാപ്തി ഒന്നുകൊണ്ട് മാത്രം. ഈ തങ്കം ചേട്ടത്തിയുടെ കാര്യപ്രാപ്തി എവിടുന്ന് കിട്ടിയെന്നാ? എവിടുന്ന് കിട്ടിയതാ? അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ആ കാര്യപ്രാപ്തി. അമ്മ കൊച്ചുനാളിലെ അവർക്ക് ഓരോ ഉപദേശങ്ങൾ കൊടുത്തു അത് മനസ്സിലാക്കി വെച്ചതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഓ എന്തുണ്ടായിട്ടെന്താ? ഒരു വീട് കഴിച്ചു കൊണ്ടുപോകാനുള്ള കാര്യപ്രാപ്തി വേണ്ടേ? ഓട്ടെ, മുളകിട്ടൊരു മീൻകറി വെക്കാനെങ്കിലും അറിയണ്ടേ? അല്ല വേണ്ടേ? അല്ല ഇപ്പൊ ആരോട് പറയാനാ ഞാൻ? എന്തായാലും തങ്കം ചേട്ടത്തി മുത്തനെ ഉപദേശിക്കാനൊന്നും പോകുന്നില്ല. അവളെ പുന്നാരിച്ച് അവൾ ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുക. പക്ഷേ അമ്മയുടെ ഈ ഒരു കണ്ണ് മുത്തിൻ്റെ മേളിൽ വേണം. മുത്തെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഓരോ സമയത്ത് കൊടുക്കണം നിർദ്ദേശങ്ങളായാലും അടിയായാലും ഭീഷണിയായാലും കൊടുക്കണം. കൊടുത്ത് നല്ല സാമൂഹ്യ ബോധമുള്ളൊരു അമ്മയെപ്പോലൊരു പെങ്കൊച്ചായിട്ട് വളർത്തിയെടുക്കണം. അമ്മയെക്കൊണ്ടേ പറ്റും, അമ്മയെക്കൊണ്ട് പറ്റും. പറ്റണം. സത്യം പറഞ്ഞ ഇതേപോലെ ഉപദേശിക്കാൻ ഒരാളുണ്ടായിരുന്ന ഞാൻ എവിടെ എത്തിയാലും അറിയാം. ആരുമില്ലായിരുന്നല്ലത് പറഞ്ഞാൽ. തീർന്നോ അമ്മ ഇത്? പിന്നെ തീരുമില്ലേ? നീയൊക്കെയല്ലേ കഴിക്കുന്നത്? ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നല്ലോ. അവനെടുത്ത് തിന്നിട്ടുണ്ടാവും. ഡാഡി വരുമ്പോ മേടിച്ചോണ്ട് വരാൻ പറ വൈകുന്നേരം. ഒന്നുമില്ല ഇപ്പൊ ഇവിടെ.
ഇവിടെ ഒന്നും ഇല്ല ഇപ്പൊ. അമ്മേ അത് പിന്നെ ചെയ്യാം, ഞാൻ ഈ മീനൊന്ന് വെട്ടട്ടെ. നീ അതവിടെ വയ്ക്ക്. അവിടെ വെട്ടട്ടെ. എടി നീ ഇതെവിടെ വയ്ക്കുക? എൻ്റെ അവളയിലോട്ട് കൊടുക്ക്. അവളെ കൊടു. ആരുടെ കയ്യില്? മുത്തിന്റെ കയ്യിലോ? ആ മുത്തിൻ്റെ തന്നെ. ഇതൊക്കെ അവള് പഠിക്കണം. മീനോ? ആ മീൻ. ഞാൻ ഇത് വെട്ടിത്തരാം, ഇത് ചെയ്തു തരാം. മീൻ വെട്ടലും പഠിക്കണം. ഇത് അല്ലെങ്കിൽ നീ ചെയ്യ്. ആ എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോ. എന്നാ എന്താ കൊടു. ചുമ്മാ ചുമ്മാതൊന്നും അല്ല. ചുമ്മാ ചുമ്മാ അതവിടെ പോയി. എല്ലാം ചുമ്മാ ചുമ്മാ. ആ അത് കുഴപ്പമില്ല, അവിടെ പോയി. മീൻ കഴിക്കാൻ നേരത്ത് കുഴപ്പമില്ലല്ലോ. അല്ല, എനിക്കത് തൊടുമ്പോഴേ എനിക്ക് ഒരുമാതിരി കാല് അത് പിടിച്ച് കടിക്കൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം പഠിക്കണത്. അമ്മ പറയണതിനകത്തും കാര്യമുണ്ട്. കത്തി എന്തി മറ്റേ കത്തി എടുത്തിട്ടുണ്ട്. ചെല്ലടി വേണേ അമ്മ മീൻ വെട്ടാതിരിക്കുന്ന സ്ഥലത്ത് പോയി പോ. ഞാനപ്പോ വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം. ചുമ്മാ കളിക്കല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പഠിക്കണം. അവിടെ പോ. പോ അങ്ങോട്ട്. ഇന്ന് ഞാൻ നോക്കി പഠിച്ചിട്ട് നാളെ ഞാൻ വെട്ടാമ്മ. പറയുന്നത് കേക്ക് വെച്ചേ. പതുക്കെ പതുക്കെ തന്നെ ചെല്ല് 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 പോ. നീ എന്നാ കൊണ്ടാമ്മ അത് ഞാനറിയാം. നമ്മുടെ കത്തിയോ? കത്തി ഞാനും കൊണ്ടുവരാം. ചെല്ല്. ഇന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് തരിക. വരും വരും. എന്നാ കത്തി. റൊണാൾഡോങ്കിലേ ചെതുമ്പൽ ഇളകട്ടെ. ആ കഴുത്തിന്റെ താഴെയുള്ള ചവറിക്കുണ്ട്, അതൊക്കെ കണ്ടിച്ചളാണ്. അതിങ്ങനെ കട്ട് ചെയ്താ പോരെ? എങ്ങനെയായാലും അത് കട്ട് ചെയ്ത് വൃത്തിയായിരിക്കണം. ചെതുമ്പൽ ഒരു ശകലം ഒരു വട്ടം കാണിച്ചു തന്നത് ഞാൻ മറന്നുപോയി അമ്മ ചെയ്യുന്നത്. ഹലോ കുഞ്ഞേ പഠിക്കേ. ഓരോ ജോലികൾ ഇതേപോലെ ചെയ്ത് പഠിക്കണം. ചെന്ന് കയറുന്ന വീട്ടിൽ ഒന്നും അറിയാതെ ഇങ്ങനെ നിന്നാ പറ്റത്തില്ല. ചെന്നറിഞ്ഞ ഈ ഡയലോഗ് എനിക്ക് ഇഷ്ടമല്ല. കെട്ടിക്കൊണ്ട് പോകുന്ന റെസ്റ്റോറന്റ് ഉണ്ടെങ്കിലോ. ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി അമ്മ പുതിയ ടാസ്ക് തന്ന്. എന്റെ അമ്മേ, കാക്കയിന്ന് മലന്ന് വറക്കും. എന്തായാലും എന്നാ ഒരു വട്ടം ഒന്ന് കാണിച്ച്. അവളെ നന്നാക്കാൻ മുത്ത് വഴിതെറ്റി പോയിരിക്കാൻ അമ്മയുടെ ചിട്ട. അമ്മ ഒരു വട്ടം ഒന്ന് കാണിച്ചു തരുമോ? ഈ അമ്മയുടെ ഒരു കാര്യം. എന്ത് കാണിക്കണത് ദൈവമേ. എന്നിട്ട് മാറിക്കടി. അതെന്തൊരു വർത്താനവും മാറാന്. ആ കുഞ്ഞ് എന്തായാലും ജോലി ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ഒറ്റ ഒരാളാണ് സമ്മതിക്കാത്തത്. മാറിക്കേ. നീ മിണ്ടാതെ എന്റെ കൈവാക്കുന്ന പൊക്കോട്ടോ. നീ കാരണമല്ലേടാ ഇത്. ഞാൻ തോപ്പിച്ചു. നീ കാരണമല്ലേ. നീ അല്ല അമ്മേനെ ഇളക്കി വിട്ടത്. ഓഹോ, അച്ചാച്ചൻ എന്താ ഇതിന് മാത്രം ഇതില് സന്തോഷം കിട്ടാനായിട്ട്? അത് പറഞ്ഞുതരാം. അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് ഇതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത്. രാവിലെ കിടക്കപ്പായാൽ ഈ കുഞ്ഞ് എനിക്ക് എന്ന പണിക്ക് തിരിച്ചു കൊടുക്കേണ്ട പണി ഇതല്ല. എന്ത് പണി? പിന്നെ ഞാനിതിനകത്ത് സംതൃപ്തി തന്നിരിക്കുന്നു. അപ്പൊ അതാണ് ഇതിന്റെ റൂട്ട്. ആ അപ്പൊ ഞാൻ കൊളുത്തി വിട്ട പടക്കം ഞാനായിട്ട് അങ്ങ് അണച്ച് കണ്ടെങ്കിൽ പഠിക്കും. ദുഷ്ടൻ. ഒരു കാര്യം ചെയ്തേ. ചേച്ചി പോയൊരു ചട്ടി എടുത്തിട്ടുണ്ടോന്നേ. ചേച്ചി എന്തെങ്കിലും പാത്രം. ഇത് അച്ചാച്ചൻ തുടങ്ങി വെച്ചതൊന്നും അല്ല. ആടി അല്ല, കഴിഞ്ഞ ദിവസേ ഏട്ടൻ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയില്ലേ എറണാകുളത്ത്? 2 പിള്ളേർ ഓടിപ്പോയില്ലേ? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളോട് എല്ലാവരും കൂടി ഏട്ടൻ ആ വിശേഷമൊക്കെ പറഞ്ഞില്ലേ? ഓ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അമ്മയുടെ മുഖം ചേച്ചി ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവളുടെ മുഖത്തോട്ട് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഓ അതാ കാര്യം. അതാണ് അമ്മ ഇവളെ ഇപ്പൊ ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. കറിവേപ്പില വേണോ? എന്റെ അവളുടെ വീട്ടിൽ കൊടുത്ത് ചേച്ചി അവള് പഠിക്കട്ടെ. കണ്ടിട്ടൊന്ന് കണ്ടല്ല കേട്ടാ പഠിക്കണത്, ചെയ്താ പഠിക്കേണ്ടത്. എന്നാ മാറി, ഞാൻ ചെയ്തോണ്ടിരുന്നില്ലേ? പിന്നെ പോടുന്ന്. എനിക്ക് തീർത്തിട്ട് എനിക്ക് പണിയുണ്ട് മുത്തേ. പിന്നെ ഞാൻ എങ്ങനെ പഠിക്കോ? കത്തിയുള്ള വേറെ കത്തി എടുത്തിട്ട് വാ. ഒട്ടും തരയില്ല, കിടന്ന് വഴക്കം പറയും. തരുക. അതും വെച്ചോണ്ട് ഒരു ദിവസം മുഴുവൻ ഇരിക്കാനുള്ളതല്ല. പിന്നെ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ? അയ്യോ, ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ശരി ഓർമ്മയുണ്ട്. അപ്പൊ നീ ഇനിയിപ്പോ ഇവിടുന്ന് അവിടെ പോയിട്ട് നാളെ അവിടുന്ന്. ഓക്കെ ഇനിയിപ്പോ എന്നാ ഇങ്ങോട്ട് വരണേ? ഞാനെവിടെ പോവാനാ, ഞാൻ ഇവിടെ കാണും. പിന്നെ ഇല്ല നവംബർ ആവുമായിരിക്കും. ഇല്ല അത് ഞാൻ ആവുകയാണെങ്കിൽ നിന്നെ എന്തായാലും വിളിച്ച് പറയുമല്ലോ. അല്ല ഫ്രണ്ടാ ഞാൻ. എന്നാ പിന്നെ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി.
ആരാ ആരാ അത് ആരാ അത് ഇതെന്താ ഇത്? എന്താടി? ചേച്ചി അമ്മയുടെ നിലവിളി കേട്ടാ ഞാനും ഏട്ടനും കൂടെ ഓടിച്ചല്ലണത്. അപ്പൊ അതേ ഇരുന്ന് പിച്ചിമ്പയും പറയുന്നു. മുത്തിന്റെ ജനാലിലവിടെ ആരോ കമ്പിപ്പാറയിട്ട് അടിക്കാൻ ചെന്നേക്കുന്നു. നല്ല പനിയുണ്ട്. ഇന്നലെ മുഴുവൻ മുത്തിനെ ചുറ്റടിപ്പിക്കലായിരുന്നു. ചിട്ടെ ആ ഇപ്പോഴത്തെ ഈ പിള്ളേർ കാണിച്ചു കൊടുക്കുന്ന ഓരോ കുരുത്തക്കേടുകളില്ലേ, അത് അതിന്റെ ഏതിന്റെ മച്ചപ്പ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ പിള്ളേർ ഓരോ കുരുത്തക്കേടില്ലേ, അവരാരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുമോ? ഇതിന്റെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ആ വാർത്തയൊക്കെ അമ്മ എങ്ങനെ അറിയണം? അമ്മ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കത്തില്ലേ? ഞാനാണ് ഈ പത്രം വായിക്കുന്നുണ്ട്. അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട, ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതിനെന്തിനാന്ന് ചോദിച്ചു. എന്തൊക്കെയോ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞ ഈ സ്കൂളിലും കോളേജിലും ഇപ്പോഴത്തെ പിള്ളേർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, അതൊക്കെ വായിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ പിള്ളേരെ കുരുത്തക്കേടെന്ന് പറയാനാടാ ഞാൻ ചോദിച്ചോട്ടെ, നീ കുട്ടിക്കാലത്ത് കുരുത്തക്കേടെന്ന് കാണിക്കരുതുണ്ടല്ലോ? ഞാൻ സ്കൂളിലൊക്കെ എന്തെങ്കിലും ടാപ്പടിച്ച് പൊട്ടിച്ചതിൻ്റെ പേര് പുറത്താക്കിയതോ അല്ലെങ്കിൽ മൂത്രപ്പേരെ പേരെഴുതി വെച്ചു അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ. അപ്പൊ അതൊന്നും കുരുത്തക്കേടല്ലേ? മറ്റു പിള്ളേർ അതൊന്നും മൊബൈലൊക്കെ വെച്ചിട്ട് ഡിജിറ്റൽ പരിപാടി വെച്ച് എന്തൊക്കെയാ അവർ കാണിക്കുന്ന മച്ചമ്പി. അല്ല, അന്നത്തെ കാലത്ത് നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, നീ എന്ത് ചെയ്യായിരുന്നു? എടേ അമ്മ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അമ്മയടുത്ത്, അമ്മ ചെറുപ്പമായൊരു സമയത്ത് അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ അമ്മയെ പറ്റി ഒരുപാട് ആവലാതിപ്പെട്ടിട്ടില്ലേ? ഇത് നമ്മൾ സിനിമയൊക്കെ എടുത്ത് ഓരോ സിനിമയൊക്കെ നസീർ സാറും മധു സാറിൻ്റെയൊക്കെ സിനിമയുടെ കാലത്ത് പറഞ്ഞതാണ് പുതിയ തലമുറ ശരിയല്ല, അവർ വഴിതെറ്റി പോകുന്നത്. അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ ഇത് തന്നെ പറയണത് പുതിയ തലമുറ ശരിയല്ലെന്ന്. അപ്പോൾ ഓരോ കാലത്തും സീനിയറായിട്ടുള്ള ആൾക്കാർ പുതിയ തലമുറ പറ്റി ഇങ്ങനെ ആവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളതൊക്കെ ആലോചിച്ച് നമുക്കാണ് അസുഖം വന്നു കൂടുന്നത്. ഓരോ ആലോചിച്ച് അസുഖവും വിഷമൊക്കെ വന്നു കൂടും. അപ്പം മുത്തിനെ പറ്റിയാണ് ടെൻഷൻ. അപ്പം മുത്താണെങ്കിലും തക്കുടുവാണെങ്കിലും നല്ലുവാണെങ്കിലും സൈവാണെങ്കിലേ നമ്മൾ നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ടല്ലേ അവർ വളരുന്നത്. അതിപ്പോൾ അവർക്കറിയാം, അവരങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. ഇല്ലായ്മകൾ കണ്ട് കേട്ട് വളരുന്ന കുട്ടികൾ നമ്മുടെ കുടുംബത്തെ അനുസരിച്ച് ജീവിച്ചോളും. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടല്ലേ വളരുന്നത്. നമ്മൾ അവരെ അറിയിച്ചാൽ മതി, അവർ സന്തോഷമായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇനി അതൊന്നും ആലോചിച്ച് അമ്മ വിഷമിക്കണ്ട, അവരെ നോക്കാൻ നമ്മളൊക്കെ ഇല്ലേ? പോട്ടെ.